നമസ്കാരം. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 8-നാണ് നിലവിലെ വഖ് ആക്ട് അത് ഭേദഗതി ചെയ്യുവാൻ ഉദ്ദേശിച്ചുകൊണ്ടൊരു ബില്ല് കേന്ദ്ര ഗവൺമെൻറ് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. ഈ ബില്ലിനെക്കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകൾ മുസ്ലിം സമുദായത്തിനിടയിൽ പ്രചരിക്കുന്നുണ്ട്. അതിൽ പലതും തികച്ചും വാസ്തവ വിരുദ്ധമാണ്. ഈ ബില്ലിൽ ഇല്ലാത്ത പല കാര്യങ്ങളും അതിലുണ്ട് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് നിർഭാഗ്യവശാൽ ഇവിടുത്തെ ചില മുസ്ലിം മത നേതാക്കൾ തന്നെയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, CAA നിയമം ലോക്സഭ പാസ്സാക്കിയപ്പോൾ ഇവിടെ എന്തൊരു പ്രചരണമായിരുന്നുവെന്ന്. CAA നിയമം പ്രാബല്യത്തിൽ വന്നാൽ ഭാരതത്തിലെ മുസ്ലിങ്ങൾക്ക് അവരുടെ പൗരത്വം നഷ്ടപ്പെടും എന്നന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് നടന്നു. ഏതാണ്ട് സമാനമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുവാനാണ് ഇപ്പോഴത്തെ ശ്രമവും. ഇത് തികച്ചും ഒരു തെറ്റായ പ്രവണതയാണ്. എന്താണ് വഖ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു മുസ്ലിം അദ്ദേഹം മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ചാരിറ്റിക്ക് വേണ്ടിയോ ദാനം ചെയ്യുന്ന വസ്തു അല്ലെങ്കിൽ ലാൻഡ്, അതിന് പറയുന്ന പേരാണ് വഖ്. ഇപ്രകാരമുള്ള വഖ് പ്രോപ്പർട്ടീസ് അത് മെയിൻറ്റെയിൻ ചെയ്യുവാനും സംരക്ഷിക്കുവാനുമായി നെഹ്റുവിൻ്റെ കാലത്ത് നമ്മളുടെ പാർലമെൻറ്റ് പാസ്സാക്കിയെടുത്ത ഒരു നിയമമാണ് വഖ് ബോർഡ് ആക്ട്. നമ്മുടെ രാജ്യത്ത് റെയിൽവേയും സൈന്യവും കഴിഞ്ഞാൽ ഏറ്റവും വലിയ ലാൻഡ് ലോഡ്സ്, ഭൂ ഉടമകൾ ഈ വഖ് ബോർഡുകളാണ്. കേന്ദ്ര വഖ് ബോർഡുണ്ട്, സ്റ്റേറ്റ് തലത്തിൽ വഖ് ബോർഡുകളുമുണ്ട്. ഈ വഖ് ബോർഡുകളാണ് മൂന്നാമത്തെ വലിയ ലാൻഡ് ലോഡ്സ് നമ്മുടെ രാജ്യത്തെ. നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിലൊന്നാണ് നിയമത്തിൻ്റെ മുന്നിലെ തുല്യത. ഭാരതത്തിലെ എല്ലാ പൗരന്മാരും എല്ലാ മതവിഭാഗങ്ങളും ഭരണഘടനയ്ക്ക് മുന്നിൽ തുല്യരാണ്. അതായത് നമ്മുടെ പാർലമെൻ്റ് ആയിക്കൊള്ളട്ടെ, സ്റ്റേറ്റ് അസംബ്ലീസ് ആയിക്കൊള്ളട്ടെ, ഈ നിയമനിർമ്മാണ സഭകളൊക്കെ ഉണ്ടാക്കുന്ന നിയമങ്ങൾ അത് ഭരണഘടന അനുശാസിക്കുന്ന തുല്യത ഉറപ്പുവരുത്തിക്കൊണ്ടാകണം. അല്ലാത്ത പക്ഷം, അതായത് നമ്മുടെ നിയമനിർമ്മാണ സഭകൾ പാസ്സാക്കിയ ഏതെങ്കിലും ഒരു നിയമം, അത് സ്റ്റേറ്റ് അസംബ്ലി പാസ്സാക്കിയ നിയമമായിക്കൊള്ളട്ടെ, പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമായിക്കൊള്ളട്ടെ, അത് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന ഈ തുല്യത ഉറപ്പുവരുത്തുന്നതല്ല എങ്കിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 13 അനുസരിച്ച് ആ നിയമം തന്നെ അസാധുവാണ്. നിലവിലെ വഖ് ആക്ട് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഈ തുല്യത ഉറപ്പുവരുത്തുന്നതല്ല. കാരണം നിലവിലെ വഖ് ആക്ട് വഖ് ബോർഡുകൾക്ക് ചില അൺലിമിറ്റഡ് പവേഴ്സ്, അമിതാധികാരം നൽകുന്നു. മറ്റൊരു മതവിഭാഗത്തിനും ഇങ്ങനെ ഒരു അധികാരമില്ലതാനും. നിങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ കാര്യം എടുത്തു നോക്കൂ. ദേവസ്വം ബോർഡ് വിശ്വാസികൾ പോലുമല്ല ഭരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ സോക്കോൾഡ് മതേതര സർക്കാരുകളാണ് അമ്പലം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മിക്ക ക്ഷേത്രഭൂമികളും സംരക്ഷിക്കാൻ പോലും ഈ ദേവസ്വം ബോർഡിന് കഴിയുന്നില്ല. ദേവസ്വം ബോർഡിൻ്റെ കയ്യിലുള്ള പ്രോപ്പർട്ടി മിക്കതും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ സാധാരണ സ്വകാര്യ വ്യക്തികൾ കൈയേറ്റം ചെയ്തിരിക്കുകയാണ്. അതായത് നിലവിലെ വഖ് ബോർഡ് ആക്ട് അനുസരിച്ച് ഈ വഖ് ബോർഡുകൾക്കുള്ള അമിതാധികാരം ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്കെതിരാണ്. ഞാൻ 2-3 മുസ്ലിം മത നേതാക്കളുടെ പ്രസംഗങ്ങൾ കേട്ടു. അവർ പറയുന്നത് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്ന ഈ ഭേദഗതി പ്രാബല്യത്തിൽ വന്നാൽ ഇപ്പോൾ വഖ് ബോർഡുകളുടെ കയ്യിലുള്ള പ്രോപ്പർട്ടീസ് മുഴുവനും സർക്കാർ ഏറ്റെടുക്കുമെന്ന്. ഇതൊക്കെ തികച്ചും തെറ്റിദ്ധാരണാപരമാണ്. ഒന്നുകിൽ ഇവർ കള്ളം പറയുന്നു, അല്ലെങ്കിൽ ഈ ഭേദഗതി എന്താണെന്ന് ഇവർ വായിച്ചിട്ടില്ല. അതുമല്ലെങ്കിൽ ഭരണഘടനയിലെ സമത്വത്തിൽ അവർക്ക് വിശ്വാസമില്ല. അതുമല്ലെങ്കിൽ മുസ്ലിം സമുദായം മറ്റു സമുദായങ്ങൾക്ക് ലഭിക്കാത്ത ചില സൗകര്യങ്ങൾക്ക് അർഹരാണെന്നവർ വിശ്വസിക്കുന്നു. അല്ലാതെ പിന്നെന്താണിത്? ഇന്ന് നിലനിൽക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ വഖ് ബോർഡ് ആക്ട് അത് കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് സർക്കാരുകൾ പാസ്സാക്കിയെടുത്തതും ഭേദഗതി ചെയ്തതുമാണ്. അത് കറക്റ്റ് ചെയ്യേണ്ടത് ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു ഭരണാധികാരിയുടെ ചുമതലയാണ്. അത്രയും നരേന്ദ്രമോദിയും ചെയ്യുന്നുള്ളൂ. നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്ന ഭേദഗതി ഇപ്പോൾ ജോയിൻറ്റ് പാർലമെൻറ്റ് കമ്മിറ്റി, അതായത് JPCയുടെ പരിഗണനയിലാണ്. ലോക്സഭയും രാജ്യസഭയും ഒക്കെ അത് പാസ്സാക്കിയാൽ മാത്രമേ നിയമമാകത്തുള്ളൂ. അതുകൊണ്ട് ഇതാണ് JPC റിവ്യൂ ചെയ്യുന്ന വഖ് ആക്ടിൻ്റെ ഭേദഗതി ബില്ല്. ഏതാണ്ട് 40 പേജുള്ള ഒരു ഭേദഗതിയാണിത്. ഇത് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഇതിനെ എതിർക്കുന്നവരോടുള്ള എൻ്റെ അപേക്ഷ, നിങ്ങൾ ആദ്യം ഇത് ഡൗൺലോഡ് ചെയ്യുക, വായിച്ചു നോക്കുക. എന്നിട്ട് സർക്കാർ കൊണ്ടുവരുന്ന ഭേദഗതി എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതിനുള്ള കാര്യങ്ങളെ എതിർക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുക. അല്ലാതെ അതിലില്ലാത്ത കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഒരു സമുദായത്തിനെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക പ്ലീസ്.
JPCയുടെ പരിഗണനയിലിരിക്കുന്ന വഖഫ് ബോർഡ് ആക്ട് ഭേദഗതിയിലെ പ്രധാനപ്പെട്ട ചേഞ്ചസ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നിലവിലെ വഖഫ് ബോർഡ് ആക്ട് അനുസരിച്ച് 2 കാറ്റഗറിയിൽപ്പെട്ട വസ്തുവകകൾ അല്ലെങ്കിൽ ലാൻഡാണ് ഒരു മുസ്ലിമിന് വഖഫ് ബോർഡിലേക്ക് ദാനം ചെയ്യാൻ സാധിക്കുന്നത്. ഒന്ന്, ആ വ്യക്തി ആ പ്രോപ്പർട്ടിയുടെ ഓണറാണെങ്കിൽ, അതായത് ഉടമസ്ഥാവകാശം ഉണ്ടെങ്കിൽ അയാൾക്ക് ആ പ്രോപ്പർട്ടി വഖഫ് ബോർഡിലേക്ക് ദാനം ചെയ്യാം. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ആ വ്യക്തി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടിയും അയാൾക്ക് വഖഫ് ബോർഡിലേക്ക് ദാനം ചെയ്യും. അങ്ങനെയും ചെയ്യാം. അതായത് വഖഫ് ബോർഡിലേക്ക് ദാനം ചെയ്യുന്ന വസ്തു, ആ വസ്തുവിൽ ആ വ്യക്തിക്ക് പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കണം എന്നില്ല. അയാൾ ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി. അയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടിയും വഖഫ് ബോർഡിലേക്ക് അയാൾക്ക് ദാനം ചെയ്യാൻ സാധിക്കും. ഈ യൂസർക്ക് ഉടമസ്ഥാവകാശം ഇല്ലാതെ തന്നെ അയാൾക്ക് ദാനം ചെയ്യാൻ സാധിക്കും. അതാണ് ഇപ്പോഴത്തെ നിയമം. അതായത് ഞാൻ എൻ്റെ പ്രോപ്പർട്ടി ഒരു മുസ്ലിമിന് വാടകയ്ക്ക് കൊടുത്താൽ, അതായത് ഞാൻ ഓണറും അയാൾ എൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്ന യൂസറും അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വ്യക്തിയുമാണ്. നിലവിലെ നിയമം അനുസരിച്ച് എൻ്റെ ഓണർഷിപ്പിലുള്ള പ്രോപ്പർട്ടി അത് വാടകയ്ക്കെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമായ വ്യക്തിക്ക് വഖഫ് ബോർഡിന് ദാനം ചെയ്യാനുള്ള അവകാശമുണ്ട്, നിയമപരമായ അവകാശമുണ്ട്. ഇതെന്ത് നിയമമാണ്? പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്കുള്ള ഈ അവകാശം, യൂസറിൻ്റെ റൈറ്റ് ഈ പുതിയ ഭേദഗതിയിൽ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതിനെ എന്തിനാണ് മുസ്ലിം സമുദായം എതിർക്കുന്നത്? ഇതൊരു ന്യായമായ ചേഞ്ച് അല്ലേ, ഒരു ന്യായമായ ഭേദഗതിയല്ലേ? മറ്റൊന്ന്, ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി, അത് എൻ്റെ പ്രോപ്പർട്ടി ആവാം, നിങ്ങളുടെ പ്രോപ്പർട്ടി ആവാം, ഗവൺമെൻറ് പ്രോപ്പർട്ടി ആവാം, അതൊരു മുസ്ലിമിൻ്റെ പ്രോപ്പർട്ടി ആണെന്ന് വഖഫ് ബോർഡ് കരുതിയാൽ മാത്രം മതി, നോ പ്രൂഫ് ഈസ് റിക്വയർഡ്. അങ്ങനെയുള്ള പ്രോപ്പർട്ടിയിൽ വഖഫ് ബോർഡിന് അവകാശവാദം ഉന്നയിക്കാനുള്ള അധികാരം ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് വഖഫ് ബോർഡിനുണ്ട്. ഈ പാർലമെൻറ്റിലെ പുതിയ ഭേദഗതി അനുസരിച്ച് ഈ അവകാശവും എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഈ മറ്റൊരു ഭേദഗതി ഈ വഖഫ് ബോർഡുകളുടെ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടിനെ സംബന്ധിച്ചുള്ളതാണ്. ഈ നിലവിലെ നിയമം അനുസരിച്ച് ഈ വഖഫ് ബോർഡുകൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ടോ സംഘടനകളുമായിട്ടോ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ അത് ഒത്തുതീർപ്പാക്കാനുള്ള ഉത്തരവാദിത്വം വഖഫ് ബോർഡുകൾക്ക് തന്നെയാണ്. അപ്പം അതിനൊരു മാറ്റം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ വഖഫ് ബോർഡിൻ്റെ പ്രോപ്പർട്ടി ആണെങ്കിലും അത് ഹാൻഡിൽ ചെയ്യേണ്ടത് മറ്റേത് പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് ഹാൻഡിൽ ചെയ്യുന്നത് പോലെ ആയിരിക്കണം. ഈ പുതിയ ഭേദഗതി അനുസരിച്ച് ജില്ലാ കളക്ടറുടെ ഉത്തരവാദിത്വമാണ് ഈ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത്. അത് വഖഫ് ബോർഡും മറ്റേത് സംഘടനയുമായാലും വഖഫ് ബോർഡും ഏതെങ്കിലും ഇൻഡിവിജ്വലായിട്ടുള്ള ഈ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് പുതിയ ഭേദഗതി അനുസരിച്ച് ജില്ലാ കളക്ടറാണ്. ആ ജില്ലാ കളക്ടർ എങ്ങനെ ചെയ്യണം? ഈ സ്റ്റേറ്റ് റവന്യൂ ലോ അനുസരിച്ച് ചെയ്യണം. ഇതാണ് മറ്റൊരു ഭേദഗതി കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, ഈ നിലവിലെ നിയമം അനുസരിച്ച് വഖഫ് ബോർഡിൻ്റെ പ്രോപ്പർട്ടി സർവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്ത ഒരു സർവേ കമ്മീഷനാണ്. അപ്പോൾ ഇതിലും കേന്ദ്ര ഗവൺമെൻറ് ഒരു ഭേദഗതി കൊണ്ടുവരുന്നുണ്ട്. പുതിയ ഭേദഗതി അനുസരിച്ച് ഈ സർവേ നടത്തേണ്ട ഉത്തരവാദിത്വം ജില്ലാ കളക്ടർക്കാണ്. ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിൽ വേണം ഈ സർവേ നടക്കാനുള്ളത്. മാത്രവുമല്ല, ഈ സർവേ നടത്തേണ്ടത് സ്റ്റേറ്റ് റവന്യൂ ലോ അനുസരിച്ച് വേണം. ഈ മറ്റൊരു ഭേദഗതി ഈ വഖഫ് ബോർഡിൻ്റെ കോമ്പൻസേഷനെ സംബന്ധിച്ചുള്ളതാണ്. നിലവിലെ വഖഫ് നിയമം അനുസരിച്ച് വഖഫ് ബോർഡിലെ എല്ലാ കൗൺസിൽ മെമ്പേഴ്സും മുസ്ലിങ്ങളായിരിക്കണം. അത് സ്റ്റേറ്റ് ലെവലിലുള്ള വഖഫ് ബോർഡുകളായാലും സെൻട്രൽ വഖഫ് ബോർഡായാലും അതിലെ എല്ലാ മെമ്പേഴ്സും മുസ്ലിങ്ങളായിരിക്കണം. അതിൽ 2 പേര് സ്ത്രീകളായിരിക്കണം. നിലവിലെ നിയമം അനുസരിച്ച് തന്നെ 2 പേര് അതിൽ സ്ത്രീകളായിരിക്കണം. എന്നാൽ ഭേദഗതി പ്രകാരം ഈ കൗൺസിലിൽ ഒരു ഗവൺമെൻറ് നോമിനി ഉണ്ടായിരിക്കണം, 2 പേർ സ്ത്രീകളായിരിക്കണം. അതായത് പഴയ നിയമത്തിലെ പോലെ തന്നെ 2 പേര് സ്ത്രീകളായിരിക്കണം. മറ്റൊന്ന്, എല്ലാ മുസ്ലിം വിഭാഗങ്ങൾക്കും, അത് ഷിയ, സുന്നി, ബാക്ക്വേർഡ് ക്ലാസ് മുസ്ലിംസ്, ബോറ, ആഗാഖാനി, ഈ വിഭാഗങ്ങൾക്കെല്ലാവർക്കും ഓരോ നോമിനേഷൻസ് ഈ വഖഫ് ബോർഡുകളിൽ ഉണ്ടായിരിക്കണം. കൂടാതെ 2 നോൺ മുസ്ലിം പ്രതിനിധികൾ ഉണ്ടായിരിക്കണം. ഇത് ഒരു തർക്ക വിഷയമാണ്. എന്തുകൊണ്ട് നോൺ മുസ്ലിംസിനെ ഈ മുസ്ലിം വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുവെന്ന്. അതിനൊരു പ്രധാന കാരണം, ഇന്ന് വഖഫ് ബോർഡിൻ്റെ ഈ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടിൽ പലതും ഒന്നുകിൽ അത് ഗവൺമെൻറ്റുമായിട്ടുള്ള പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടാണ്, അല്ലെങ്കിൽ ഇതര മതസ്ഥരുമായിട്ടുള്ള പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടാണ്. അതുകൊണ്ട് ഇതര മതസ്ഥരുടെ ഒരു പ്രാതിനിധ്യം വഖഫ് ബോർഡിൽ ഉണ്ടായിരിക്കേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ ന്യായീകരിക്കാം. എന്നാൽ ഭാവിയിൽ
ഈ രണ്ട് പ്രാതിനിധ്യം, അതായത് ഇതര മതസ്ഥരുടെ പ്രാതിനിധ്യം എടുത്തു മാറ്റണം എന്നാണ് എൻ്റെ ഒരു പക്ഷം. നിലവിലെ നിയമം അനുസരിച്ച് ഏതെങ്കിലും ഒരു വ്യക്തിക്കോ സംഘടനയ്ക്കോ വഖഫ് ബോർഡുമായിട്ട് പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ അയാൾക്ക് പോകുവാൻ സാധിക്കുന്ന ഒരേ ഒരു ബോഡി എന്ന് പറയുന്നത് വഖഫ് ബോർഡ് ട്രിബ്യൂണൽസ് ആണ്. വഖഫ് ബോർഡ് ട്രിബ്യൂണൽസിൻ്റെ വിധിയാണ് ഫൈനൽ. അതിനെതിരെ അപ്പീൽ പോകാൻ സാധ്യമല്ല, അതിന് മുകളിലോട്ട് എങ്ങോട്ടും പോകാൻ സാധ്യമല്ല. വഖഫ് ബോർഡ് ട്രിബ്യൂണലാണ് ഫൈനൽ അതോറിറ്റി. ഈ ട്രിബ്യൂണലിൻ്റെ വിധിക്കെതിരെ കോടതിയിൽ പോകുവാനുള്ള അവകാശം നിലവിലെ നിയമം അനുസരിച്ച് വ്യക്തികൾക്കോ സംഘടനയ്ക്കോ ഇല്ല. എന്നാൽ ഈ ഭേദഗതി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ട്രിബ്യൂണലിൻ്റെ വിധി, വഖഫ് ബോർഡ് ട്രിബ്യൂണലിൻ്റെ വിധി തനിക്കെതിരാണെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ ഹൈക്കോടതിയിൽ പോകുവാൻ സാധിക്കും. അത് നല്ലതല്ലേ? അത് നല്ല കാര്യമല്ല. അതിനെന്തിനാണ് മുസ്ലിം സമുദായം എതിർക്കുന്നത്? അതിനെന്താണ് കുഴപ്പമുള്ളത്? കൂടാതെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഈ മുസ്ലിം നിയമം അറിയുന്ന ഒരു വ്യക്തി ട്രിബ്യൂണലിൻ്റെ ഭാഗമായിരിക്കണം. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച്, അതായത് മുസ്ലിം ലോ അറിയുന്ന ഒരു വ്യക്തി ട്രിബ്യൂണലിൻ്റെ ഭാഗമായിരിക്കണം. ഇതിനും ഭേദഗതി കേന്ദ്ര ഗവൺമെൻറ് വരുത്തിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് മുസ്ലിം നിയമമൊന്നും അറിഞ്ഞ് ഭേദഗതിയൊന്നും വരുത്തണ്ട. ഇന്ത്യൻ നിയമനിർമ്മാണം അറിയുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ നിയമം അറിയുന്ന വ്യക്തി, ഒരു ജഡ്ജ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്യുന്ന ജോയിൻറ്റ് സെക്രട്ടറി റാങ്കിലുള്ള ഒരു വ്യക്തി, അയാളാണ് അതിലുണ്ടായിരിക്കേണ്ടത്. അല്ലാതെ മുസ്ലിം നിയമം അറിയുന്ന വ്യക്തി ഉണ്ടായിരിക്കേണ്ട ആവശ്യമില്ല. ഇതും ഒരു ഭേദഗതിയാണ്. ഈ നിലവിലെ നിയമം അനുസരിച്ച് ഈ വഖഫ് അക്കൗണ്ട്സ് ആരും ഓഡിറ്റ് ചെയ്യുന്നില്ല. അതിനുള്ള ഒരു പ്രൊവിഷനൊന്നും നിലവിലെ നിയമത്തിലില്ല. ഈ ഭേദഗതി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് ഈ സ്റ്റേറ്റ് ലെവൽ വഖഫ് ബോർഡുകളെ ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരം ലഭിക്കും. മാത്രവുമല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള CAG, കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിന് വഖഫ് അക്കൗണ്ട്സ് എപ്പോൾ വേണമെങ്കിലും ഓഡിറ്റ് ചെയ്യാം. ഇതാണൊരു പുതിയ ഭേദഗതി ഇവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ ഈ നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ വഖഫ് ബോർഡുകളുണ്ട്, ഒരു സെൻട്രൽ വഖഫ് ബോർഡുമുണ്ട്. ഇതിൽ ഈ നമ്പർ ഓഫ് വഖഫ് ബോർഡുകളുടെ എണ്ണത്തിലും മാറ്റം വരും ഈ ഭേദഗതി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ. അതായത് ഓരോ വഖഫ് ബോർഡിനും കീഴിലുള്ള പ്രോപ്പർട്ടീസ്, അവർക്ക് എത്രമാത്രം പ്രോപ്പർട്ടി ഉണ്ടോ ആ പ്രോപ്പർട്ടിയുടെ വ്യാപ്തി അനുസരിച്ച് ഒന്നോ അതിലധികമോ വഖഫ് ബോർഡുകൾ അവർക്ക് രൂപീകരിക്കാം. ഇതൊരു പുതിയ ചേഞ്ചാണ്. അതായത് പ്രോപ്പർട്ടിയുടെ 15% അതിലധികമോ ഏതെങ്കിലും ഒരു മുസ്ലിം വിഭാഗത്തിൻ്റേതാണെങ്കിൽ ആ വിഭാഗത്തിന്, അത് സുന്നിയാകാം, ഷിയയാകാം, ബോറ വിഭാഗത്തിൽപ്പെട്ടവരാകാം, ആരുമാകാം, അവർക്ക് പ്രത്യേക വഖഫ് ബോർഡ് ഉണ്ടാക്കി അവരുടെ പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യാനും സംരക്ഷിക്കുവാനും സാധിക്കും. ഇത്രയുമാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതിയിലെ കീ ചേഞ്ചസ്, പ്രധാനപ്പെട്ട ചേഞ്ചിൽ. ഇതിലെന്താണ് കുഴപ്പം? നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം ഇതിൽ തോന്നുന്നുണ്ടോ? ഇതിൽ ഏത് ഭേദഗതിയാണ് മുസ്ലിങ്ങളുടെ ന്യായമായ അവകാശത്തെ ഹനിക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഈ ഭേദഗതികളെല്ലാം ജോയിൻറ്റ് പാർലമെൻറ്റ് കമ്മിറ്റിയുടെ മുന്നിലാണ്. നമ്മളുടേത് ജനാധിപത്യമാണ്. നിങ്ങൾക്ക് എതിർക്കാം, സപ്പോർട്ട് ചെയ്യാം. ഞാൻ നിങ്ങളിതിനെ എതിർക്കരുത് എന്നല്ല പറയുന്നത്. ഈ ഭേദഗതി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും മനസ്സിലാക്കി അതിനെ എതിർക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുക. അല്ലാതെ നരേന്ദ്രമോദി കൊണ്ടുവന്നു എന്നതുകൊണ്ട് മാത്രം അതിനെ എതിർക്കാതിരിക്കുക. അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.